കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസും അതുപോലെ തന്നെ കെ എസിൻ്റെ പ്രിലിമിനറി എക്സാമും ഉടൻ തന്നെ നടക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2025 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏപ്രിൽ മാസത്തെ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓർഗനൈസേഷൻ പബ്ലിഷസ് ദ ട്രെൻഡ്സ് ഇൻ വേൾഡ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട്? ഏത് ഓർഗനൈസേഷനാണ് ട്രെൻഡ്സ് ഇൻ ദ വേൾഡ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്? ഇവിടെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ആൻസറായിട്ട് വരുന്നത് സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതാണ്. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ട്രെൻഡ്സ് ഇൻ വേൾഡ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പഠിച്ച് വെക്കുക. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹോസ്റ്റഡ് ദ ഭാരത് സമ്മിറ്റ് 2025? 2025 ഭാരത് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത് ഏത് സംസ്ഥാനമാണ്? തെലങ്കാന, ഗുജറാത്ത്, തമിഴ്നാട്, കേരള. അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? തെലങ്കാനയാണ് ഭാരത് സമ്മിറ്റ് 2025 ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഭാരത് സമ്മിറ്റ് 2025 ഹോസ്റ്റഡ് ബൈ തെലങ്കാന. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ തീം ഓഫ് വേൾഡ് മലേറിയ ഡേ 2025? 2025 മലേറിയ ഡേയുടെ തീം എന്താണ് എന്നാണ്. അപ്പോൾ എന്താണ് തീം? മലേറിയ എൻഡ് വിത്ത് അസ്, റീഇൻവെസ്റ്റ്, റീഇമാജിൻ, റീഇഗ്നൈറ്റ്. എന്താണ് മലേറിയ ഡേ 2025 തീം? മലേറിയ എൻഡ് വിത്ത് അസ്, റീഇൻവെസ്റ്റ്, റീഇമാജിൻ ആൻഡ് റീഇഗ്നൈറ്റ് എന്നതാണ്. പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഈസ് ക്രീമിയ ആൻ ഓട്ടോണമസ് റിപ്പബ്ലിക് ഓഫ്? ക്രീമിയ എന്ന് പറയുന്നത് ഏത് കൺട്രിയുടെ ഓട്ടോണമസ് റിപ്പബ്ലിക്കാണ്? ആൻസർ എന്താണ്? ഉക്രൈൻ. ഇപ്പോൾ ന്യൂസിലുള്ളതാണ് അല്ലേ, ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള വാറൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ക്രീമിയ എന്ന് പറയുന്നത് എന്തിൻ്റെ ഓട്ടോണമസ് റിപ്പബ്ലിക്കാണ്? ഉക്രൈനിൻ്റെ ഓട്ടോണമസ് റിപ്പബ്ലിക്കാണ്. പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, വിച്ച് കൺട്രി വാസ് ഡിക്ലെയർഡ് ദ മോസ്റ്റ് ടെററിസം അഫക്റ്റഡ് ഇൻ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2025? 2025 ടെററിസം ഇൻഡെക്സ് പ്രകാരം ഏറ്റവും കൂടുതൽ ടെററിസം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള, അഫക്റ്റഡ് ആയിട്ടുള്ള കൺട്രി എന്ന് പറയുന്നത് ബുർക്കിന ഫാസോയാണ്. ഓപ്ഷൻ ബി ആണ്, ബുർക്കിന ഫാസോ ആണ് ഏറ്റവും ടെററിസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള, അഫക്റ്റഡ് ആയിട്ടുള്ള രാഷ്ട്രം. അടുത്ത ചോദ്യം, വിച്ച് ന്യൂ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വാസ് അൺവെയിൽഡ് ബൈ DRDO ഇൻ ഏപ്രിൽ 2025? DRDO ഏപ്രിലിൽ അൺവെയിൽ ചെയ്ത ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരെന്താണ്? ആണ് BM-04 എന്നാണ് അതിൻ്റെ പേര്. അടുത്ത ചോദ്യം, വിച്ച് ഇന്ത്യൻ നാഷണൽ പാർക്ക് വാസ് ഡിക്ലെയർഡ് ദ 58th ടൈഗർ റിസർവ് ഇൻ ഏപ്രിൽ 2025? ഏത് നാഷണൽ പാർക്കാണ് 58ാമത്തെ ടൈഗർ റിസർവായിട്ട് ഏപ്രിൽ 2025 ഫോം ചെയ്തത്? ആൻസർ എന്താണ്? മാധവ് നാഷണൽ പാർക്കാണ് ശരി ഉത്തരം. മാധവ് നാഷണൽ പാർക്ക് 58ാമത്തെ ടൈഗർ റിസർവാണ് മാധവ് നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം, വിച്ച് ബാങ്ക്സ് വെയർ ഡെസിഗ്നേറ്റഡ് ആസ് ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് DC ബൈ ദി RBI ഓൺ ഏപ്രിൽ 2025? ഏതൊക്കെ ബാങ്കുകളാണ് ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്കായിട്ട് RBI തിരഞ്ഞെടുത്തിട്ടുള്ളത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. SBI ഉണ്ട്, HDFC ഉണ്ട്, ICICI ഉണ്ട്. SBI അറിയാലോ, ഏറ്റവും വലിയ ലാർജസ്റ്റ് ബാങ്കാണ്.
HDFC വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ICICI ബാങ്കും വരുന്നുണ്ട്. ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്കായിട്ട് RBI തിരഞ്ഞെടുത്തത്. അടുത്ത 9ാമത്തെ ചോദ്യം. വിച്ച് കൺട്രി വോൺ ദി ചാമ്പ്യൻസ് ട്രോഫി 2025? ക്രിക്കറ്റാണ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഏത് രാജ്യത്തിനാണ് കിട്ടിയത്? നമ്മുടെ ഇന്ത്യക്ക് തന്നെയാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി കിട്ടിയിട്ടുള്ളത്. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്, അവസാനത്തെ ചോദ്യമാണ്. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് എക്സ്പീരിയൻസ്ഡ് എ ഡെഡ്ലി ഹോട്ടൽ ഫയർ ഓൺ April 29, 2025? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് April 29, 2025 ഒരു ഡെഡ്ലി ഹോട്ടൽ ഫയർ വന്നിട്ടുള്ളത്? വെസ്റ്റ് ബംഗാളാണ്. കൊൽക്കത്തയിലെ വെസ്റ്റ് ബംഗാളാണ് അത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 കറണ്ട് അഫെയർസാണ് ഏപ്രിലിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്.